നോ നോ, ഈ ലോക്കറ്റി തൊട്ടാരും കളിക്കണ്ട. താനേതാ? നാണോ? നാണോ? ഞാൻ നിന്റെ ഞാനല്ലേടാ നിന്റെ ആ കാമുകി. സത്യം പറയടാ, നീ മനസ്സിൽ കൊണ്ടു നടക്കണേ ആരും അറിയാത്ത ആ കാമുകി ഞാനല്ലേ? തുറന്ന് പറ, തുറന്ന് പറ, ലോകമാ തിരിച്ചറിയട്ടെ. ഈശ്വര, 10 പേര് ഇപ്പൊ എല്ലാം തിരിച്ചറിയണേ. ഞാൻ സ്കേർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ചുരിദാർ ടോപ്പിന്റെ താഴെ സ്കേർട്ടാണ്. ലോകം മുഴുവൻ ഇപ്പൊ തിരിച്ചറിഞ്ഞേ. എന്റെ കാമുകി നീ ഇപ്പൊ എന്നെ കൈയൊഴിയ ആണോ? നീ എന്നെ കൈയൊഴിയ? അയ്യോ, എല്ലാം പോച്ചേ. ഡി മോളെ, ഡി മോളെ. ഓക്കെ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ, നീ 2 സത്യം പറ. ഇതെന്ത് വെള്ള ഈശ്വര? കാലൊന്നും പൊക്കല്ലേ വാരൂ. നിങ്ങൾ ഹസ്ബൻഡ് വിട്ടുപോയ, ഇതെന്താ സ്കൂൾ വിട്ടുപോയ അങ്ങനെയൊക്കെ ചോദിക്കണ പോലെ. ഹസ്ബൻഡ് വിട്ടുപോയ അതെന്താ സ്ഥലപ്പേരാണോ? എന്താ ഇങ്ങടെ ഇഷ്ടം? നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് പറ. മറഞ്ഞിരുന്ന് സ്നേഹിക്കുന്ന ആ കാമുകൻ ഞാനാണ്. ഒരാട്ട് വന്നെങ്കിലേ കഥ പറയണം അല്ലേ? പ്രേതക്കഥ ഒഴികെ എന്ത് കഥയും ഞാൻ പറയും. ലവ് സ്റ്റോറി പറയാൻ പറഞ്ഞാൽ എനിക്ക് 2ാം ക്ലാസ് മുതൽ പ്രജീഷിനെ പ്രേമിച്ചപ്പോൾ മുതലുള്ള കഥകൾ അങ്ങ് പറയാനുണ്ട്. എടപ്പാവടാ. അതെന്താ അറിയോ, ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അല്ലേ? ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പാട്ടായിരിക്കില്ല വേറൊരാളുടെ ഇഷ്ടം. ആ ഇഷ്ടമായിരിക്കില്ല. ഇപ്പോൾ പണ്ട് എന്നെ റാസി ബേബി പ്രേമിച്ചിരുന്ന സമയത്ത് റാസി ബേബിക്ക് മാപ്പിളപ്പാട്ടായിരുന്നു ഇഷ്ടം. കൽബിന്റെ മുത്തായ സുഹറ, ആ പാട്ടൊക്കെ അല്ലേ? ഒരു ദിവസം ഞാൻ ആ കൽബിന്റെ മുത്തായ സുഹറ 50 വട്ടം പ്ലേ ആക്കുമായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അത് റാസിയുടെ ഇഷ്ടം. റാസിക്ക് മാപ്പിളപ്പാട്ടായിരുന്നു ഇഷ്ടം. പക്ഷേ പിന്നെ ഞാൻ വേറെ ഒരാളെ ഇഷ്ടപ്പെട്ടപ്പോൾ ആൾക്ക് മാപ്പിളപ്പാട്ട് ഇഷ്ടമില്ല, ആൾക്ക് സിനിമ പാട്ടുകളാണ് ഇഷ്ടം. അപ്പം ഞാൻ ആൾക്ക് ഇഷ്ടം ഉള്ള പാട്ട് ആൾക്ക് വേണ്ടിയിട്ട് പ്ലേ ആക്കും. അപ്പോൾ ഇത് പറഞ്ഞത് ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടങ്ങളാണ്. നിനക്കിഷ്ടമുള്ള അൽഹംദുലില്ലയ്ക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല എനിക്കിഷ്ടമുള്ളത്, അതായിരിക്കില്ല എൽദോയ്ക്ക് ഇഷ്ടമുള്ളത്, അതായിരിക്കില്ല വടക്കന് ഇഷ്ടമുള്ളത്, അതായിരിക്കില്ല എന്താ നമ്മുടെ ചാർജറിന് ഇഷ്ടമുള്ളത്. ഓരോ മനുഷ്യന്മാരുടെ ഇഷ്ടങ്ങൾ മനസ്സിലായോ? ഓരോ മനുഷ്യന്മാരുടെ ഇഷ്ടങ്ങൾ ഓരോ. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ പാച്ചുക്കാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പാച്ചുക്ക ഇപ്പം നമ്മുടെ കൂടെ ഇല്ല, പക്ഷെ ഉള്ള സമയത്ത് നല്ല അടിപൊളി വൈബാക്കിയിട്ട് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. സോ നിങ്ങളെല്ലാവരും ആൾക്ക് എന്താ പറയുക, ആൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് പടച്ചോനോട് ഒന്ന് ദുആ ചെയ്തിട്ട്, അതായത് നമ്മൾ വിഷ് ചെയ്യുമ്പോൾ ഇപ്പം അങ്ങനെ പടച്ചോനെ ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും ഒക്കെ കൊടുത്ത് നല്ല ഐശ്വര്യമുള്ള ലൈഫാക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷ് ചെയ്തേ. അങ്ങനെ ഒന്ന് മനസ്സിലെങ്കിലും വിഷ് ചെയ്തേക്കണേ. കാരണം എനിക്ക് ആൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഇപ്പം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പം എന്തായാലും ഫേക്ക് ഐഡിയിൽ പോലും ഇപ്പം ഇവിടെ ഉണ്ടാവില്ല, അതെനിക്കറിയാം. എന്നാലും ആരാണത്? പാച്ചുക്കാക്കോ? തമ്മിൽ ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ ഇയാൾ പറയണേ. ഞാൻ അങ്ങനെയാ. ബിഫോർ ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ഡാസു. വക്കോൻ ഹേ. അതാരെന്ന് വെച്ചാൽ അതൊരു ജിന്നാണ് മക്കളെ, അതൊരു ജിന്നാണ്. ഓക്കെ, ഒരു രക്ഷയില്ലാത്തൊരു ജിന്ന്, ആർക്കും പിടിച്ചാൽ കിട്ടാത്ത ഒരാള്. ദുനിയാവിൽ ഞാൻ കണ്ട പടച്ചോൺ ഒന്നേ ഉള്ളൂ. പക്ഷെ ഈ ദുനിയാവിൽ ഞാൻ കണ്ട പടച്ചോൺ എന്നെ ഞാനാക്കിയതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ച ആള്. കാരണം ഞാൻ വെറും ഒരു 0 ആയിരുന്നു. ഞാൻ UAE വരുന്നത് വരെയും ഞാൻ വെറും ഒരു, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മുന്നിൽ UAE വന്നിട്ടും ലൈഫ് എന്താണ് എന്ന്, അല്ലെങ്കിൽ നീ ഇപ്പം എന്ത് ചെയ്തു, നിന്റെ മക്കൾക്ക് വേണ്ടി നീ എന്ത് ചെയ്തു, ഫാമിലിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനൊരു ഉത്തരമില്ലായിരുന്നു. വെറും 0 ആയിരുന്നു ഞാൻ.
സ്വന്തമായിട്ട് ഒരു വർഷം കഴിഞ്ഞിരുന്നു യു എയിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും സ്വന്തമായിട്ടൊരു വിസ പോലും ഇല്ലായിരുന്നു എനിക്ക്. 1 വർഷം 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ടൊരു വിസ പോലും ഇല്ലായിരുന്നു എനിക്ക്. അതിൽ നിന്ന് ആള് വന്നതിന് ശേഷമാണ് ഞാൻ വിസ എടുത്ത്. ആദ്യമായിട്ട് എന്നോട് ആൾ ആദ്യം പറഞ്ഞു, നീ ആദ്യം വിസ എടുക്ക്. ഞാൻ വിസ എടുത്തത്. പിന്നെ എനിക്ക് വീടില്ല. പിന്നെ ഞങ്ങൾ തറവാട്ടിലാണ് വീട് പണിയാന്ന് കരുതിയത്. തറവാട്ടിൽ അമ്മമ്മ പറഞ്ഞു, തറവാട്ടിൽ സ്ഥലം തരാം, അവിടെ വീട് പണിതോ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം എനിക്ക് സ്ഥലത്തിൻ്റെ കാശ് ലാഭമാണല്ലോ എന്നൊക്കെ കരുതി ഞാൻ വീട് പണിയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷേ അമ്മമ്മ തേച്ച് ഉള്ളത് ഞാൻ പറയും, എവിടെയാണെങ്കിലും ഉള്ളത് ഞാൻ പറയും. ഇനിയിപ്പോൾ അമ്മമ്മയ്ക്ക് വിഷമമായാലും കുഴപ്പമില്ല. അമ്മമ്മ എന്നെ നല്ല അന്തസ്സായിട്ട് തേച്ച് അമ്മമ്മ സ്ഥലം തന്നില്ല. അമ്മമ്മ പറഞ്ഞു, കാലശേഷം മക്കൾ ഓരിയും ഭാഗവും വെക്കുമ്പോൾ. അങ്ങനെ ഞാൻ 3G ആയി ഗൈസ്. അതിൽ ആ സമയത്ത് മൂണിനറിയാം, കാരണം ആ തേക്കുന്ന സമയത്ത് എൻ്റെ അപ്പുറത്തെ ഫോണിൽ മൂണായിരുന്നു, ഇപ്പുറത്തെ ഫോണിൽ അമ്മമ്മ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ ഫോണിൽ മൂണായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മമ്മ തേച്ചു. അമ്മമ്മ തേച്ചപ്പോഴത്തേക്കും ഞാൻ പിന്നെ സ്ഥലം വാങ്ങൽ എൻ്റെ ഒരു ടാസ്ക്കായി. അപ്പം സ്ഥലം വാങ്ങി, സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി, വീട് പണി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള എല്ലാവരുടെയും വലിയൊരു ആഗ്രഹം. അതിൻ്റെ ഏകദേശം ഒരു ഇതിലേക്ക് എത്തുന്നത് വരെ അയാൾ കൂടെ നിന്നു. പിന്നെ എന്താ പറയുക, എനിക്ക് തനിച്ച് നിൽക്കാനുള്ളൊരു ധൈര്യം ആൾക്കാരുടെ അടുത്ത്. പണ്ടത്തെ ഞാൻ ഇങ്ങനെയല്ലോ, ഒരുപാട് കുറ്റങ്ങൾ, എല്ലാവർക്കും കുറ്റം പറയാനേ നേരുള്ളൂ. പാർവതി 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 എന്നും സ്കൂൾ വിട്ടിട്ട് ഈ വികൃതി പിള്ളേരുടെ സ്കൂൾ വിട്ട വീട്ടിലെ അമ്മമാരുടെ അടുത്ത് പരാതി പറയില്ല, അതുപോലെ എന്നും പാർവതി 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 പരാതി മാത്രം. പക്ഷെ ആ ഒരു പരാതിയിൽ നിന്നൊക്കെ മാറിയിട്ട് പാർവതിയോ എന്നുള്ളൊരു നല്ലൊരു ഇതിലേക്ക് എന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. മുഴുവൻ ആൾ കരുതി അത്രയും മാറാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം ഒരുപാട് എന്നെ മാറ്റി. പിന്നെ എൻ്റെ ക്യാരക്ടർ ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഒക്കെ ഒരു ജീവിതത്തിൽ കുറച്ചുകൂടെ, ജീവിതം എന്ന് പറയുന്നത് കുട്ടിക്കളി മാത്രമല്ല, നമുക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി തന്നു. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാനും പറ്റേ, ഏത് പെണ്ണിനും തോന്നുന്നത് പോലെ എനിക്കും ആരാധന, ക്രഷ്, ലവ്, അത് ഇത് എല്ലാം ആ മനുഷ്യൻ്റെ മേലിൽ തോന്നിയിട്ടുണ്ട്. വല്ലാഹി ഒരിക്കൽ പോലും ആ മനുഷ്യൻ എന്നെ കാണാൻ പോലും വന്നിട്ടില്ല. ഒരിക്കൽ പോലും ഒരു ഐ ലവ് യു ടു എന്നോട് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും ഒരു വീഡിയോ കോൾ പോലും ചെയ്തിട്ടില്ല. എന്താ പറയുക, മോശമായിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ഇവിടെ ഇപ്പം പല ആൾക്കാരും നമുക്കൊരാണിനൊരു പെണ്ണിനോട് ഒരു ഇഷ്ടം തോന്നിയാൽ അത് ഏത് രീതിയിലുള്ള ഇഷ്ടമാണെങ്കിലും ഓപ്പൺ ആയിട്ട് പറയുന്നത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയല്ല. അതൊക്കെ ഒരാൾക്കാരുടെ ഇഷ്ടമാണ്. ഈ മാത്രം ഞാൻ വാതിൽ തുറന്നു കൊടുത്താൽ മതിയല്ലേ, മറ്റേ ഹേമ കമ്മീഷനോ അതുപോലെ വാതിൽ മുട്ടുന്നത് അവരുടെ ഒരു ഓപ്ഷനാണ്. എനിക്ക് ഇഷ്ടമുണ്ടോ ഞാൻ തുറന്നു കൊടുക്കാം. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു രീതിയിൽ മുട്ടലോ തുറക്കലോ നെഗറ്റീവായിട്ട് ഒന്നിനോ വരാത്ത ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മനുഷ്യൻ എന്ന് തന്നെ ഞാൻ എപ്പോഴും, കാരണം ഞാൻ എപ്പോഴും പറയും, ഞാൻ 0 ആയി നിന്നപ്പോൾ പടച്ചോനായിട്ട്, നമുക്ക് പടച്ചോൻ എപ്പോഴും അതുപോലെ ഒരാളെ കൊണ്ടുത്തരില്ലേ, അങ്ങനെ കൊണ്ടുതന്നതായിരിക്കണം മേ ബി എനിക്ക് ആളെ. അപ്പം എനിക്ക് ഭയങ്കര റെസ്പെക്റ്റും എൻ്റെ വാട്സപ്പിൻ്റെ ഒക്കെ ഇതൊക്കെ ആളായിരുന്നു. പിന്നീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഫാമിലിക്കും ഞാൻ, കാരണം ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണ് അത് സ്വന്തം ഭാര്യയാകുമ്പോൾ ഒരിക്കലും വേറൊരു പെൺകുട്ടി ആളെ ആരാധിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് പറയാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, സ്വാഭാവികം. അപ്പം ആളുടെ ഫാമിലിക്കും ഞാൻ കാരണം ഒരു വിഷമം വരരുത് എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ മാറ്റിയതാണ്. അതിന് മുന്നേ ഒക്കെ ഞാൻ ആളുടെ എന്താ പറയുക, ആളുടെ പേരും ആളെക്കുറിച്ചൊക്കെ എഴുതിയിട്ടിട്ട് എബൌട്ടും സ്റ്റാറ്റസും അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഇതിലൊക്കെ, പ്രൊഫൈലിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പം സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് ആളുടെ അടുത്ത് ഇപ്പം വെറും ഒരു ബഹുമാനം അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഞാൻ കണ്ടത് വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തി എന്നുള്ള ആ ഒരു സ്നേഹം, ഇഷ്ടം എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ഫാമിലിക്ക് മൊത്തത്തിൽ. ഇപ്പോഴും ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു അമ്പലത്തിൽ ഒരു വഴിപാടിടുകയാണെങ്കിലും ഒരു പൂജ ഉണ്ടാവുകയാണെങ്കിലും എന്ത് നടക്കുകയാണെങ്കിലും പാച്ചുക്കാക്കുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാത്തൊരു സമയം ഉണ്ടാവില്ല. ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും പ്രാർത്ഥിക്കും. ആൾക്ക് നല്ലത് വരണമെന്ന് മാത്രം പ്രാർത്ഥിക്കും. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും അത്രയ്ക്കും ആൾ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് എൻ്റെ അച്ഛന് വയ്യാണ്ടായ സമയത്തും ഒക്കെ ആൾ വന്ന സമയത്താണ് എൻ്റെ അച്ഛന് വയ്യാണ്ടായതൊക്കെ. അപ്പം ആ സമയത്തൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട്. എന്നിട്ടും ആളുടെ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടായി, ആളുടെ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടായി മീൻസ് അത് നമ്മുടെ കാരണമല്ല, വേറെ ആൾക്ക് ഉത്തരവാദിത്വങ്ങൾ കൂടി, ചുമതലകൾ കൂടിയിട്ട് ആൾ പോകേണ്ടി വന്നു. അപ്പം ആൾ പോയപ്പോഴും
ആള് പലപ്പോഴും എനിക്കറിയാം, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഇപ്പം എനിക്ക് പലപ്പോഴും എനിക്ക് പിന്നീട് സപ്പോർട്ടേഴ്സ് ഇല്ല, ഈ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ 0 ആയിട്ട് നിൽക്കുകയാണെന്ന് ആൾക്ക് മനസ്സിലാവുമ്പോൾ ആൾ പുറത്തുനിന്ന് കാണും, അല്ലെങ്കിൽ ആൾ വേറെ ആരെ കൊണ്ടൊക്കെ നോക്കിപ്പിക്കും. അപ്പം മനസ്സിലാവുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു ഫേക്ക് ഐഡി ഞാൻ പലപ്പോഴും നോക്കും, 0 ഫോളോവിങ് 0 ഫോളോവേഴ്സ് ആയിരിക്കും, വരും, എന്നെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് എൻ്റെ ഒരു ആവശ്യം മനസ്സിലാക്കിയിട്ട് ആ നേരത്ത് കൂടെ നിൽക്കും, ഒന്നും പറയും. പിന്നെ നമ്മൾ ആ സപ്പോർട്ട് കഴിഞ്ഞ് പിന്നീട് ലൈവ് കട്ട് ചെയ്തിട്ട് പോയിട്ട് ആ ഐഡി നോക്കിയാൽ ചിലപ്പോൾ കാണത്തുപോലും ഇല്ല. അങ്ങനെ വന്ന് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരിക്കലും വരില്ല എന്നാൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ആൾക്ക് ഇനി ഒരിക്കലും ടിക്ടോക്കിൽ വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ ഒരിക്കലും ഇനി ആൾ വരില്ല. പക്ഷെ ടിക്ടോക്കിൽ വന്നില്ലെങ്കിലും എന്താ പറയുക, എപ്പോഴും ആൾക്ക് നല്ലത് മാത്രം വരാം നമ്മളെല്ലാം. കാരണം എന്നെ മാത്രമല്ല, ടിക്ടോക്കിൽ ഒരുപാട് പേർക്ക് നല്ലത് ചെയ്തിട്ടുണ്ട്. പക്ഷെ പലരും അത് മറന്നു. ടിക്ടോക്കിൽ അങ്ങനെയാണല്ലോ പൊതുവേ, നമ്മൾ നല്ലത് ചെയ്തതൊക്കെ കാലത്തിനനുസരിച്ച് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ, കാലത്തിനനുസരിച്ച് ഇങ്ങനെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരാൾക്കാർ വരുമ്പോഴും പഴയത് മറന്നു പോവുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു. പക്ഷെ ഞാൻ ചോറിന് നന്ദി കാണിക്കാതിരിക്കില്ല. സോ ഇനി എൻ്റെ ലൈഫിൽ ആരൊക്കെ വന്നാലും, ഞാൻ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ സ്നേഹിച്ചാലും, ഇനിയിപ്പം എനിക്ക് വേറെ പാച്ചുവിനെക്കാട്ടിലും വലിയൊരു ഗിഫ്റ്റർ വന്നാലും, എന്തായാലും പാച്ചു എനിക്ക് ചെയ്തു തന്നത്, അതായത് ഒരു അടിത്തറ എന്ന് പറയുന്നതാണ് ഒരു വീടിൻ്റെ അല്ലേ. അപ്പോൾ ആ ഒരു അടിത്തറ നല്ലതല്ലെങ്കിൽ എന്തൊക്കെ ആയിട്ടും കാര്യമില്ല. അപ്പോൾ ആ ഒരു അടിത്തറ ഉണ്ടാക്കി തന്നത്, അല്ലെങ്കിൽ ഒരു പെണ്ണെന്നുള്ള രീതിയിൽ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നത്, അതൊക്കെ അവനാണ്. അപ്പോൾ സോറി, അവനൊന്നും പറയാൻ പറ്റില്ല, അയാളാണ്. അപ്പോൾ ആ മനുഷ്യനെ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റാണ്, സ്നേഹമാണ്. അപ്പോൾ ഇന്നാളുടെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ അത് ഓർക്കാതെയും പറയാതെ ഇരുന്ന ഞാൻ അതൊരു ഇതായിപ്പോവും അല്ലേ. സ്മരണ നല്ലതാണ്. യെസ്, എപ്പോഴും എനിക്ക് അവളോട് ഒരുപാട് ബഹുമാനം, ഒരുപാട്. കുറവേ ഉള്ളൂ, ആ ഒരു കുറവിനാണെന്ന് പിള്ളേരെ സത്യം പറയട്ടെ, നമ്മൾ ഈ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് നമ്മളെ കൊണ്ട് അതിജീവിക്കാൻ പറ്റാത്ത അത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ബാക്കി നിങ്ങൾ ഉദ്ദേശിച്ച രീതിക്കുള്ളതല്ലേ, അമ്മാതിരി കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ കല്യാണം കഴിച്ചോട്ടെ, അങ്ങനെ ആക്കിക്കോട്ടെ, ഇങ്ങനെ ആക്കിക്കോട്ടെ, എന്തുവാ ഒക്കെ തോന്നുന്നില്ല. ജോബ് വേണോ? എന്ത് ജോബാ പറ? ഈ ജോബ് വേണോ എന്ന് ചോദിച്ചെടുത്തുനിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ കുറ്റം പറയല്ല കേട്ടോ. ജോബ് വേണമെന്ന് ചോദിച്ചതിനെ കുറ്റം പറയുന്ന കരുതിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഒരുപാട് വിഷമം വന്നാൽ ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഓരോന്നൊക്കെ പറയും. ആരും കാര്യമാക്കണ്ട. ഈ അർദ്ധരാത്രിയിൽ ഇത്ര മേക്കപ്പ് ആവശ്യമാണ്? ഞാൻ ഗുഡ് ഗേളാ, നല്ല കുട്ടിയാണ് ഞാൻ. ഒരു ശക്തിക്ക് എന്നെ തടുക്കാൻ പറ്റില്ല. പാട്ട് വെച്ചാലോ? നമുക്ക് പാട്ട് വെക്കണോ, കഥ പറയണോ? നിങ്ങൾ വിളിക്കും കളവാ, നിങ്ങൾ വിളിക്കും. നിങ്ങൾക്ക് കുശുമ്പാണ്. എടി പയലേ, എവള് இந்த மாதிரி பேச்சு. நான் பேச்சு வேண்டாம், நான் பேச்சுவேன். என்னமோ தெரியல, நீ பக்கத்தில் இருக்கும்போது മനസ്സ് ലേസായിടുത്. ദീപാ സുற்றுതേ എടാ, ഈ കുപ്പിയിൽ വെള്ളം കുടിക്കാൻ തോന്നുന്നില്ലടാ. ഈ കുപ്പിയിലാകുമ്പോൾ വെള്ളം എത്ര വേഗം കുടിക്കും. ദിവസം 5 ലിറ്റർ 6 ലിറ്റർ വെള്ളം കുടിക്കും. വെള്ളം ഇങ്ങനെ കുടിക്കുക, എന്നിട്ട് വയറുവേദനയ്ക്ക് ഒരു കുറവുമില്ല. മിക്കവാറും ഇത് ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയാലേ നിൽക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പക്ഷെ എത്ര വലിയ വേദനയാണെങ്കിലും വേദനയുടെ ഗുളിക കഴിച്ചിട്ട് പാർവതി വേദന മാറ്റൂല. എന്നോടാ കളി. ഇതേതാ ജില്ല? തഞ്ചാവൂർ ജില്ലക്കാരി കച്ചറിക്ക് വായണ്ടി, പൊക്കേരി മച്ച ഒന്ന് പുള്ളരിക്ക വെക്കണ്ടി, അങ്കങ്ക തൊട്ട് മിൻസാരത്തെ. അയ്യോ, പൊക്കേരി മച്ച ഒന്ന് പുള്ളരിക്ക വെക്കണ്ടി, അങ്കങ്ക തൊട്ട്
അമ്മായി അമ്മായി മോളെ നിന്നെ കുറിച്ചാണ് അമ്മായി അമ്മായി പിള്ളേരെ വെള്ളം എടുത്തിട്ട്